പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. വീണ്ടും നമുക്ക് ഒരുമിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിൽ കൂടി വരുവാൻ ദൈവം നൽകിയ വലിയ കൃപയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. കടന്ന് വന്നിരിക്കുന്ന ഓരോരുത്തരെയും, പ്രത്യേകിച്ച് പാസ്റ്റർ സാജുബയ്യ, അതുപോലെ കടന്നു വന്നിരിക്കുന്ന ഓരോരുത്തരെയും, ഇന്ന് വെഡ്ഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്ന പ്രിയ ഐസക്കങ്ങൾ മത്സരമാറ്റി, അതുപോലെ എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നാട്ടിൽ നമ്പിക ചേച്ചി ഇന്ന് വന്നിട്ടുണ്ടല്ലോ. കഴിഞ്ഞ ആഴ്ചക്കാലമൊക്കെ നമ്മൾ മത്തായി സുവിശേഷം 7-ാം അധ്യായം 21-ാം വാക്യത്തിൽ നിന്നാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചില കാര്യങ്ങളാണ് ദൈവം കഴിഞ്ഞ ദിവസങ്ങളിൽ, കഴിഞ്ഞ ആഴ്ചകളിൽ നമ്മളെ പഠിപ്പിച്ചത്. നമ്മുടെ ആ യഥാർത്ഥമായ ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന, ദൈവത്തിന് പ്രസാദം തോന്നുമാറ്, അല്ലെങ്കിൽ ദൈവത്തിന് ഇഷ്ടം ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ദൈവം നമ്മളിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ചെയ്യുന്നത്. നമ്മൾ നമ്മുടെ ടാർജറ്റും ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുക എന്നുള്ളതായിരിക്കണം. നമുക്ക് ഓഫ് കോഴ്സ് പ്രാർത്ഥന ക്രിസ്ത്യൻ ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ പല പ്രവൃത്തികളൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ നമ്മൾ ചെയ്യുന്നത് ദൈവത്തിൻ്റെ ഇഷ്ടമാണോ? അതാണ് ദൈവം സ്വർഗരാജ്യത്തിൽ കിടക്കുവാൻ ഉള്ളൊരു സ്കെയിലായിട്ട് വെച്ചിരിക്കുന്നത് എന്ന് ആ ഭാഗങ്ങളിൽ നമുക്ക് വളരെ വ്യക്തമായി നമ്മൾക്ക് മനസ്സിലാക്കുകയും, അതുപോലെ ആ ഒരു കാര്യം വളരെ ആഴത്തിൽ നമ്മൾ പല ആംഗിളിൽ നമുക്ക് ചിന്തിക്കുവാനും ഇടവന്നു. അതേപോലെ തന്നെ ഇങ്ങനെയുള്ള അല്ലെങ്കിൽ ദൈവ ഇഷ്ടത്തിന് മെയിനായിട്ടൊരു തടസ്സം ആയി നിൽക്കുന്നത് അത് നമ്മൾ തന്നെയാണ്. നമ്മുടെ ഹൃദയത്തിലെ ദുർനിക്ഷേപം ആണ് എന്നുള്ള കാര്യം നമ്മൾ കഴിഞ്ഞ ആഴ്ച കാലം നമ്മൾ പഠിച്ചത്. അതെങ്ങനെ ആ ദുർനിക്ഷേപം നമ്മുടെ ഹൃദയത്തിൽ നിന്ന് മാറാം എന്നുള്ളതൊക്കെയാണ് കഴിഞ്ഞ ആഴ്ച കാലം നമ്മൾ കേട്ടത്. ഇന്ന് ദൈവം എന്നെ അസൈൻ ചെയ്തിരിക്കുന്ന വേദഭാഗം മത്തായി സുവിശേഷം 5-ാം അധ്യായം 13 മുതൽ 16 വരെയുള്ള വാക്യങ്ങളാണ്. മത്തായി സുവിശേഷം 5-ന്റെ 13 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. ഉപ്പ് കാരമില്ലാതെ പോയാൽ അതിന് എന്തോന്നുകൊണ്ട് രസം വരുത്താം? പുറത്ത് കളഞ്ഞിട്ട് മനുഷ്യർ ചവിട്ടുവാൻ അല്ലാതെ മറ്റൊന്നിന് പിന്നെ കൊള്ളുന്നതല്ല. നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. മലമേൽ ഇരിക്കുന്ന പട്ടണം മറഞ്ഞിരിപ്പാൻ പാടില്ല. വിളക്ക് കത്തിച്ച് പറയിൻ കീഴല്ല തണ്ടിന്മേൽ അത്രേ വയ്ക്കുന്നത്. അപ്പോൾ അത് വീട്ടിലുള്ള എല്ലാവർക്കും പ്രകാശിക്കുന്നു. അങ്ങനെ തന്നെ മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുൻപിൽ പ്രകാശിക്കട്ടെ. ആമേൻ. ഹല്ലേലൂയ. താങ്ക് യു പാസ്റ്റർ. നമുക്ക് ഈ വേദഭാഗം വളരെ സുപരിചിതമായ വേദഭാഗമാണ്. നമ്മൾ എപ്പോഴും തന്നെ വളരെ ഫ്രീക്വൻ്റ്ലി നമ്മൾ വചനം കേൾക്കുന്ന ചില വേദഭാഗങ്ങളാണ് നമ്മളിപ്പോൾ വായിച്ചത്. ഇന്ന് ദൈവം എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന അതിനകത്ത് ചില ആശയങ്ങൾ നമുക്ക് ഒന്ന് ചിന്തിക്കേണ്ടതിൻ്റെ ആവശ്യമുണ്ട്. അത് നമ്മൾ ചിന്തിച്ചിട്ട് വേഗം നമ്മുടെ ആ വചന പഠനത്തിലോട്ട് നമുക്ക് ആ ഒരു ടാസ്ക്കാണ് ഇന്ന് നമ്മൾ പഠിക്കുവാൻ ആഗ്രഹിക്കുന്നത്. ഇവിടെ ആദ്യം തന്നെ യേശു പഠിപ്പിക്കുന്ന ഈ ഒരു വേദഭാഗത്തിൽ നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. അതിനുശേഷം ഉടനെ തന്നെ പറയുന്ന ഒരു കാര്യമാണ്, ഉപ്പ് കാരമില്ലാതെ പോയാൽ അതിനെ എന്തോന്നുകൊണ്ട് രസം വരുത്താം? പുറത്ത് കളഞ്ഞിട്ട് മനുഷ്യർ ചവിട്ടുവാനല്ലാതെ മറ്റൊന്നിനും കൊള്ളുന്നതല്ല. അപ്പോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ദൈവം പറഞ്ഞ ഈ ഒരു കാര്യം അതിനു മുമ്പേ ഉള്ള ആ ഒരു ഭാഗ്യാവസ്ഥകൾ, ബിയാറ്റിറ്റ്യൂഡൊക്കെ നമ്മളെ കേൾപ്പിച്ചതിന് ശേഷം വെരി നെക്സ്റ്റ് ആയിട്ട് യേശു നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ആ 12 വാക്യത്തിൽ ഉള്ള ഒരു പ്രൈമറി ആയിട്ടുള്ള ടീച്ചിങ് കഴിഞ്ഞതിന് ശേഷം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ യേശു പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ്. അതിനുശേഷം ഉടനെ പറയാണ്, ആ ഉപ്പിന്
അതിന്റെ കാരം, അതിന്റെ ആ ഉപ്പു രസം, അല്ലെങ്കിൽ അതിന്റെ ആ ഗുണം, അതിന്റെ മെയിൻ ആയിട്ടുള്ള ക്വാളിറ്റി ഇല്ലാതെ പോയാൽ പിന്നെ ഒന്നിനും കൊള്ളത്തില്ല. വെറുതെ മനുഷ്യന് ചവിട്ടുവാൻ പാകത്തിനുള്ള ഒരു അവസ്ഥ മാത്രമേ പിന്നെ അതിന് കൊള്ളൂ. അപ്പോ നമ്മൾ ഈ ഒരു കാര്യം വളരെ സീരിയസ് ആയിട്ട് തന്നെ പഠിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ ആ യഥാർത്ഥമായ നമ്മൾ ആരാണ് എന്നുള്ള ആ ഒരു ബോധ്യവും, അതേപോലെ തന്നെ നമ്മളുടെ അതല്ലെങ്കിൽ നമ്മുടെ ശക്തി, അല്ലെങ്കിൽ നമുക്ക് രുചി വരുത്തുന്ന നമ്മുടെ ഐഡന്റിറ്റി നഷ്ടപ്പെട്ടാൽ നമുക്ക് പിന്നെ ഒന്നിനും പറ്റത്തില്ല, അല്ലെങ്കിൽ ഒരു ഗുണവുമില്ലാത്ത ഒരു അവസ്ഥയിലോട്ട് പോകുമെന്നുള്ള കാര്യം ഇവിടെ യേശു പറയുന്നു. അതിനുശേഷം നമുക്ക് ഈ യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തില് ആ വാക്യങ്ങളും ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ആശയം നമുക്ക് ആ ഭാഗത്ത് നിന്ന് നമുക്ക് കാണുവാൻ കഴിയും. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിലെ 5-ാം വാക്യം, ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളും ആകുന്നു. ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു എങ്കിൽ അവൻ വളരെ ബലം കായ്ക്കും. അതിനുശേഷം പറഞ്ഞിരിക്കുന്ന ആ വാക്യത്തിന് തന്നെ ബാക്കി പറഞ്ഞിരിക്കുന്നത്, എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ബലം കായ്ക്കാൻ കഴിയില്ല എന്നല്ല അവിടെ എഴുതിയേക്കുന്നത്, പകരം ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. അപ്പോ നമ്മൾ ഒരു വ്യക്തി, അതിനുശേഷം 15-ന്റെ 16 എന്നുള്ള ആ വാക്യത്തിൽ നമുക്ക് അറിയാമല്ലോ, നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു. അപ്പോ നമ്മൾ എല്ലാ വിശ്വാസികളും മനസ്സിലാക്കേണ്ടതും സമ്മതിക്കേണ്ടതുമായ കാര്യമാണ്, വിശ്വാസികൾ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ദൈവത്തിന്റെ സെലക്ഷനിൽ പെട്ടതാണെങ്കിൽ, ദൈവത്തിന്റെ ആ വിളിയിൽ അല്ലെങ്കിൽ ദൈവത്തിന്റെ പദ്ധതിയിൽ പെട്ട വ്യക്തിയാണെങ്കിൽ, പ്രത്യേകിച്ച് ദൈവത്തിന്റെ ഭാഗത്ത് വന്നതിന് ശേഷം നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട അടിസ്ഥാനപരമായ ഒരു സത്യമാണ്, ഈ ദൈവത്തെ പിരിഞ്ഞ് നമ്മൾക്ക് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. നമുക്ക് ഒരുപക്ഷെ ദൈവത്തിന്റെ അടുത്ത് വരുന്നതിന് മുമ്പേ, ദൈവം അറിയുന്നതിന് മുമ്പേ ചില കാര്യങ്ങളൊക്കെ നമ്മുടെ മാനുഷികമായ എഫർട്ടിൽ നമ്മൾ ചെയ്യുകയും ഒരുപക്ഷെ സക്സസ് ആകുകയും ചെയ്തിട്ടുണ്ടാവാം. എന്നാൽ തന്നെ നമ്മൾ ദൈവത്തിന്റെ പദ്ധതിക്ക് വേണ്ടി വിളിക്കപ്പെട്ടതായതുകൊണ്ട് ദൈവത്തെ പിരിഞ്ഞ് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ള കാര്യം നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ടതാണ്. നമ്മൾ പിന്നെ മറ്റുള്ള വ്യക്തികളെ പോലല്ല, അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം കഴിവ് കൊണ്ട് നമുക്ക്, അല്ലെങ്കിൽ മറ്റ് ഭൂമിയിലെ മറ്റു മനുഷ്യര് വർക്ക് ചെയ്യുന്നത് പോലെ, അല്ലെങ്കിൽ കുറച്ചുകൂടെ വ്യക്തമായി പറഞ്ഞാൽ ബാബേൽ ഗോപുരം പണിയുന്നതിന്റെ പുറകിലുള്ള ആ കാര്യവും, അല്ലെങ്കിൽ ആ ആ ഭാഗത്തെ ദൈവം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു അടിസ്ഥാനപരമായ വിഷയം എന്ന് വെച്ചാൽ, സാധാരണ മനുഷ്യരാണെങ്കിൽ അവർ ദൈവത്തിന്റെ മക്കളോ അല്ലെങ്കിൽ അങ്ങനത്തെ ആൾക്കാരൊന്നും അല്ല, അവര് ടീമായിട്ട് നിന്നിട്ട് ഒരു പർട്ടിക്കുലർ കാര്യത്തിന് വേണ്ടി എയിം ചെയ്ത് ഇറങ്ങിയ അത് സാധിക്കും, അല്ലെങ്കിൽ അത് പ്രോഗ്രസ് വരും. പക്ഷെ എന്നാൽ തന്നെയും ദൈവത്തിന് വേണമെങ്കിൽ അതിനെ സ്റ്റോപ്പ് ചെയ്യാം, അവിടെ അത് സ്റ്റോപ്പ് ചെയ്തായിരുന്നു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ലോകത്തിലെ മനുഷ്യർ, അല്ലെങ്കിൽ ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പിൽ പെടാത്ത, അല്ലെങ്കിൽ ദൈവത്തിന്റെ ഇസ്രായേൽ എന്ന് നമുക്ക് പറയാൻ പറ്റാത്ത നോർമൽ ആയിട്ടുള്ള വ്യക്തി ജീവിതങ്ങളുടെ ഫോർമുലയല്ല ഒരു ദൈവ പൈതലിന്റെ ഫോർമുല. സാധാരണ വ്യക്തി ജീവിതങ്ങൾ, അവർ അധ്വാനിച്ചാൽ, അവർ ഹാർഡ് വർക്ക് ചെയ്താൽ അവർക്ക് പ്രതിഫലം കിട്ടും, അതാണ് അതിൻ്റെ ഒരു സിസ്റ്റം. പക്ഷേ എന്ന് നമ്മുടെ ജീവിതത്തിൽ ആ വിളി വന്നോ, അത് ശരിക്കും പറയാം നമ്മൾ ഉണ്ടാകുന്നതിന് മുമ്പേ, ലോകസ്ഥാപനത്തിന് മുമ്പേ വന്ന ഒരു വിളിയാണ്. എന്ന് നമ്മളത് യഥാർത്ഥമായി മനസ്സിലാകുകയും ദൈവത്തിന്റെ ഭാഗത്ത് വന്നോ,
അന്ന് മുതല് നമ്മൾ ശ്രദ്ധിക്കേണ്ട, അല്ലെങ്കിൽ നമ്മൾ സമ്മതിച്ചു കൊടുക്കേണ്ട ഒരു സത്യമാണ്, ഇനി ഈ ദൈവത്തെ പിരിഞ്ഞ് നമുക്ക് ജീവിക്കാനേ പറ്റത്തില്ല. അത് നോക്കുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് ബൈബിൾ ത്രൂ ഔട്ട് നമ്മൾ നോക്കിയാലും, ഇസ്രായേൽ മക്കൾക്ക് ദൈവത്തിന്റെ സിസ്റ്റത്തിൽ നിന്ന് പിരിഞ്ഞിട്ട് ഒരു പ്രോഗ്രസ്സും ഇല്ല, അല്ലെങ്കിൽ ഒരു വിക്ടറി ഇല്ല. ദൈവത്തിന്റെ ത്രൂ ഔട്ട് ബൈബിളിൽ നമ്മൾ എങ്ങനെയൊക്കെ നോക്കിയാലും, ദൈവത്തിന്റെ മക്കളാണെങ്കിൽ, ദൈവത്തിന്റെ വെളിപ്പെട്ട ജീവിതങ്ങളാണെങ്കിൽ, അവർക്ക് ദൈവം കൂടിയേ തീരും. അതൊരു എസെൻഷ്യൽ ആയിട്ടുള്ളൊരു സാധനമാണ്. ആ ഒരു സത്യം, ആ ഒരു ഫാക്റ്റാണ്. അത് നമ്മളതൊരു ഫാക്റ്റ് പോലെ മനസ്സിലാക്കണ്ട. അല്ലെങ്കിൽ നമ്മൾ ഓർക്കുമോ, നമുക്കിപ്പോൾ പറഞ്ഞൊരു എങ്ങനെയും തട്ടിമുട്ടി ജീവിച്ചാൽ, അല്ലെങ്കിൽ വലിയൊരു ആത്മീയമൊന്നും അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും അങ്ങ് ജീവിച്ചു പോകാം, അല്ലെങ്കിൽ അതായത് ഞാൻ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യും, അല്ലെങ്കിൽ ഞാൻ അത് ചെയ്യും, ഇത് ചെയ്യും, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാം, ഇന്ന പ്ലാൻ ചെയ്യാം. സുഹൃത്തുക്കളെ, ഒരു ദൈവ പൈതലാണ് താങ്കളെങ്കിൽ, താങ്കൾ എന്തൊക്കെ പ്ലാൻ ചെയ്താലും ഒന്നും നടക്കാൻ പോണില്ല ദൈവത്തെ പിരിഞ്ഞ്, ദൈവമില്ലാതെ. ഇതാണ് ഫാക്റ്റ്. അത് നമ്മൾ സമ്മതിച്ചു കൊടുത്തേ പറ്റുള്ളൂ, അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ദൈവം നമ്മളെ കൊണ്ട് സമ്മതിപ്പിക്കും. അതൊരു ഫാക്റ്റാണ്. അപ്പോൾ ഇത് വളരെ വ്യക്തമായിട്ട് യേശു ആദ്യം തന്നെ പഠിപ്പിക്കുകയാണ്. നിങ്ങൾ എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ജീവിക്കാമെന്ന് പ്രതീക്ഷിക്കേണ്ട. അപ്പൊ പകരം നിങ്ങളെ കൊണ്ട് വളരെ 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 ലോകത്തിലോട്ട് പെനിട്രേറ്റ് ചെയ്യുന്ന, ഈ ഉപ്പൊക്കെ എന്ന് വെച്ചാൽ ഏത് സാധനത്തിലായിട്ട് ഉപ്പ് അതിനകത്തോട്ട് പെനിട്രേറ്റ് ചെയ്ത് കയറുന്നതാണ്. ഉപ്പിന്റെ ആ ഗുണമുള്ള സമയത്ത് ഉപ്പ് അതിഭയങ്കരമായ ഉപ്പാണ്. ഹല്ലേലൂയ. യെസ്, നമുക്ക് വളരെ വ്യക്തമായിട്ട് അത് അറിയുകയും ചെയ്യും. ഇപ്പൊ നമ്മൾ യഥാർത്ഥമായ ദൈവത്തിന്റെ ഒരു വിളിയുള്ള വ്യക്തിയാണെങ്കിൽ, നമ്മൾ എവിടെ പോയാലും, അല്ലെങ്കിൽ നമ്മൾ എത്ര വേണ്ടാന്ന് വെച്ചാലും, നമ്മൾ എത്ര ബാക്ക് ബെഞ്ചിൽ ഇരുന്നാലും, പ്രത്യേകിച്ച് ഒന്നും ചെയ്തില്ലെങ്കിലും, നമ്മളെ ദൈവം ആ സമൂഹത്തിന്റെ മുമ്പിൽ മാനിക്കുകയും മുന്നോട്ട് കൊണ്ടുവരികയും പൊക്കിക്കൊണ്ടുവരികയും ചെയ്യും. നമ്മൾ എത്ര വേണ്ടാന്ന് വെച്ചാലും, നമ്മൾ വെറുതെ ഇരുന്നാലും, അല്ലെങ്കിൽ നമ്മൾ എത്രത്തോളം, അല്ലെങ്കിൽ നമ്മൾ പ്രത്യേകിച്ച് ഒരു പ്ലാനും ഒന്നും ചെയ്യാതെ വെറുതെ ഇരുന്നാൽ പോലും, ദൈവത്തിന്റെ ഒരു പ്രത്യേക വിളിയും അഭിഷേകവും പദ്ധതിയും ഉണ്ടെങ്കിൽ, നമ്മൾ എങ്ങനെയെങ്കിലും, ഹല്ലേലൂയ, ആ ഇരിക്കുന്ന മേഖലകളിൽ, മണ്ഡലങ്ങളിൽ നമ്മൾ പയ്യെ പയ്യെ സ്റ്റാർ ആയി തുടങ്ങും. ഹല്ലേലൂയ. അത് ഓട്ടോമാറ്റിക്, നമ്മൾ പ്രത്യേകിച്ച് മെനക്കെട്ട് ചെയ്യേണ്ട ഒരു പരിപാടിയല്ല. അതേസമയം ഈ പരിപാടി ഒന്ന് സ്റ്റാർ ആവാൻ വേണ്ടി, അല്ലെങ്കിൽ അവിടെ ഒന്ന് എക്സൽ ചെയ്യാൻ വേണ്ടി, മറ്റുള്ള മനുഷ്യർക്ക്, സാധാരണ വ്യക്തികൾക്ക്, അവർക്ക് ഒത്തിരി പ്ലാൻ ചെയ്യണം, അവർ ഒത്തിരി പദ്ധതിയുണ്ട്, അല്ലെങ്കിൽ അവർ ഒത്തിരി കുറുക്ക് വഴിയോ, അല്ലെങ്കിൽ ഒത്തിരി എഫർട്ടൊക്കെ എടുക്കേണ്ടി വരും. പക്ഷേ നിന്റെ മേലൊരു അഭിഷേകം ഉണ്ടെങ്കിൽ, ഹല്ലേലൂയ, എത്ര ബാക്ക് ബെഞ്ചിൽ പോയിരുന്നാലും, യെസ്, ഹല്ലേലൂയ, ദൈവം അവിടുന്ന് നിന്നെ പൊക്കും, അല്ലെങ്കിൽ നീ ആ ഒരു പ്രകാശം ചൊരിഞ്ഞുകൊണ്ടേയിരിക്കും. ഹല്ലേലൂയ. പക്ഷേ അതൊക്കെ ചൊരിയുന്നത് ദൈവത്തിൽ കൂടെ നിൽക്കുമ്പോഴാണ്. ആ ദൈവം പക്ഷെ ഇല്ല എങ്കിൽ, ഈ ഉപ്പിന്റെ കാര്യം പറഞ്ഞാൽ, ദൈവത്തെ പിരിഞ്ഞാണെങ്കിൽ നമ്മളെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല. നമ്മളെ കൊണ്ട് സാധാരണ കഴിയാവുന്ന കാര്യം പോലും നടക്കാതെ വരും. അല്ലെങ്കിൽ സാധാരണ ഒരു മനുഷ്യനെ കൊണ്ട് ഒരു സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ പോലും നടക്കാതെ വരും. ഹല്ലേലൂയ. വചനമനുസരിച്ച് അതാണ് പ്രാക്ടിക്കലി എനിക്കും അനുഭവമുണ്ട്. അത് പലർക്കും ഒരുപക്ഷെ അനുഭവം ഉണ്ടാവാം. ഹല്ലേലൂയ. ദൈവത്തെ പിരിഞ്ഞ് സാധാരണ സിമ്പിൾ ആയിട്ടുള്ള, സില്ലി ആയിട്ടുള്ള, ഈസി ആയിട്ട് നടത്തേണ്ടുന്ന കാര്യങ്ങൾ പോലും നടക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ വരും. ഹല്ലേലൂയ. അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ അടിസ്ഥാനപരമായിട്ട് ഒന്നാമതായിട്ട് ഓർത്തിരിക്കുക. ഹല്ലേലൂയ. അതിനുശേഷം നമ്മൾ മത്തായി സുവിശേഷത്തിൽ പിന്നെ പറയുന്ന ഒരു കാര്യമാണ് വെളിച്ചത്തിന്റെ കാര്യം. ഇവിടെ ഇങ്ങനെ പറയുന്നു, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. ബാക്കി നമുക്ക് ചിന്തിക്കാം. അപ്പോൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. ഈ വെളിച്ചം ആകുന്നു എന്ന് പറയുന്ന ഈ ഒരു ആശയത്തിന് 2 സ്റ്റേജ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഒന്നാമത്തെ സ്റ്റേജ്, 1 യോഹന്നാൻ 1-ാം അധ്യായത്തിലെ ആദ്യ ഭാഗങ്ങളിലുള്ള കാര്യങ്ങൾ നമ്മൾ ഒന്നാമത്തെ സ്റ്റേജിൽ നമുക്കത് മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ്. ഒന്നാമത്തെ സ്റ്റേജ് നമുക്ക് വായിക്കാൻ പറ്റും. 1 യോഹന്നാൻ 1-ാം അധ്യായം 5 മുതൽ താഴോട്ടുള്ള വാക്യങ്ങൾ. അതിങ്ങനെ: ദൈവം വെളിച്ചമാകുന്നു, അവനിൽ ഇരുട്ട് ഒട്ടുമില്ല എന്നുള്ളത് ഞങ്ങൾ അവനോട് കേട്ട് നിങ്ങളോട് അറിയിക്കുന്ന ദൂതാകുന്നു. അവനോട് കൂട്ടായ്മ ഉണ്ട് എന്ന് പറയുകയും ഇരുട്ടിൽ നടക്കുകയും ചെയ്താൽ നാം ഭോഷ്ക് പറയുന്നു, സത്യം പ്രവർത്തിക്കുന്നതും ഇല്ല. ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ
ദൈവം നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മൾ അതായത് ദൈവമാണ് വെളിച്ചം. അപ്പൊ ആ ദൈവത്തിന്റെ വെളിച്ചത്തിൽ നമുക്ക് നടന്നേ പറ്റൂ. ഇനി നമ്മൾ ദൈവത്തിന്റെ വെളിച്ചത്തിൽ നടക്കുന്നതിന് പകരം പാപത്തിലും സാത്താനിക സിസ്റ്റത്തിലുമാണെങ്കിൽ നമുക്ക് ദൈവവുമായിട്ട് ഇവിടെ എഴുതിയിരിക്കുന്നത് അവനോട് കൂട്ടായ്മയുണ്ട് എന്ന് പറയുകയും ഇരുട്ടിൽ നടക്കുകയും ചെയ്താൽ നാം ബോഷ്ക്ക് പറയുന്നു, സത്യം പ്രവർത്തിക്കുന്നതുമില്ല. അപ്പോൾ ഈ വെളിച്ചം എന്നുള്ള, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു എന്നുള്ള കാര്യം നമ്മൾ എപ്പോൾ കേൾക്കുമ്പോഴും അല്ലെങ്കിൽ നമ്മൾ ആ ഒരു കാര്യത്തിലോട്ട് വരുമ്പോൾ നമ്മൾ ഫസ്റ്റ് മനസ്സിലാക്കിയിരിക്കേണ്ടത്, ഒന്ന്, നമ്മൾ പാപത്തിന്റെയോ അല്ലെങ്കിൽ സാത്താന്റെയോ സിസ്റ്റത്തിലായിരിക്കാൻ പാടില്ല. പ്രൈമറി തിങ് അങ്ങനെയാണ്. അതായത് ദൈവത്തിന്റെ വെളിച്ചം എന്ന് പറയുന്നത് ദൈവത്തിന്റെ ആ ഹോളിനെസ്സിൽ തന്നെ കീപ്പ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ്, അല്ലെങ്കിൽ അതിന്റെ ആവശ്യമുള്ള സിസ്റ്റമാണ്. ഇനി ദൈവവും അല്ലെങ്കിൽ ഞാൻ രക്ഷിക്കപ്പെട്ടാണ് ദൈവത്തിന്റെ മക്കളാണെന്ന് പറഞ്ഞിട്ട് ഇരുട്ടിൽ പാപത്തിൽ നടക്കുവാണെങ്കിൽ അത് ടോട്ടലി അല്ലെങ്കിൽ ഒരു സത്യം പ്രവർത്തിക്കാത്തൊരവസ്ഥയാണെന്നാണ് ഈ വേദഭാഗങ്ങളിലൂടെ നമുക്ക് മനസ്സിലാകുന്നത്. അവൻ വെളിച്ചത്തിൽ ഇരിക്കുന്നത് പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട്. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. നമുക്ക് പാപമില്ല എന്ന് പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു, സത്യം നമ്മിൽ ഇല്ലാതായി. അവൻ നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. നാം പാപം ചെയ്തിട്ടില്ല എന്ന് പറയുന്നുവെങ്കിൽ അവനെ അസത്യവാദിയാക്കുന്നു, അവന്റെ വചനം നമ്മിൽ ഇല്ലാതെയായി. എൻ്റെ കുഞ്ഞുങ്ങളെ, നിങ്ങൾ പാപം ചെയ്യാതിരിക്കുവാൻ ഞാൻ ഇത് നിങ്ങൾക്ക് എഴുതുന്നു. ഒരുത്തൻ പാപം ചെയ്തുവെങ്കിലോ നീതിമാനായ യേശുക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിന്റെ അടുക്കലുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ യോഹന്നാൻ അപ്പോസ്തലന് ഇത് എഴുതുന്നത് യഥാർത്ഥമായി നമ്മൾ വെളിച്ചത്തിൽ നടക്കുവാൻ അല്ലെങ്കിൽ നടത്തുവാനുള്ള ആ ഒരു കാര്യമാണ് ഇവിടെ വളരെ വ്യക്തമായിട്ട് എഴുതുന്നത്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഇൻ കേസ് പാപം വന്നു പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ പാപം അവിടെ വെച്ചുകൊണ്ടിരിക്കാനല്ല, പകരം ആ പാപം എത്രയും പെട്ടെന്ന് ഏറ്റുപറഞ്ഞ് കഴുകൽ പ്രാപിച്ച് ആ ദൈവത്തിന്റെ വെളിച്ചത്തിൽ വരിക എന്നുള്ള ഒരു കാര്യമാണ് ഇവിടെ നമുക്ക് ഈ വേദഭാഗങ്ങളിൽ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റേജ് വെളിച്ചം എന്ന് പറയുന്നത് പാപമില്ലാതെ ഇരുട്ടില്ലാത്ത അവസ്ഥ, അത് നമ്മൾ ഫസ്റ്റ് കീപ്പ് ചെയ്യണം. അതിന് ശേഷം ഉള്ള കാര്യം ആണ് ഈ യെശയ്യാപ്രവചനം 60-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്ന അടുത്തൊരു ലെവൽ, വെളിച്ചത്തിന്റെ അടുത്തൊരു ലെവൽ. അപ്പം വെളിച്ചത്തിന്റെ പ്രൈമറി ലെവല് നമുക്ക് വളരെ വ്യക്തമായി നമുക്ക് ഇവിടെ നമുക്ക് കാണുവാൻ പറ്റും. ഇരുട്ടുണ്ടാവരുത്. ദൈവത്തിന്റെ വെളിച്ചത്തിൽ തന്നെ നമുക്ക് ആയിരിക്കേണ്ടതുണ്ട്. ഹല്ലേലൂയ. ഇൻ കേസ് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഇരുട്ടിൻ്റെതായ അവസ്ഥ വന്നാൽ അത് നമ്മൾ യഥാർത്ഥമായി ദൈവത്തിന്റെ സന്നിധിയിൽ ഏറ്റുപറഞ്ഞ് അത് ഉപേക്ഷിച്ച് ദൈവവുമായി നിരപ്പ് പ്രാപിച്ച് വീണ്ടും ഹല്ലേലൂയ വെളിച്ചത്തിന്റെ അവസ്ഥയിലോട്ട് തന്നെ നമ്മൾ ആയി ആ ദൈവത്തിൻ്റെതായ ഇഷ്ടത്തിൽ തന്നെ നമ്മൾ തിരിച്ച് ആ ദൈവത്തിൻ്റെതായ ആ ഒരു സിസ്റ്റത്തിൽ നമ്മൾ വരേണ്ടതാണ്. ഹല്ലേലൂയ. ഈ വെളിപ്പാട് പുസ്തകത്തിലെ ഈ സർദീസിലെ സഭയുടെ ദൂതിലും ഇങ്ങനെ ഒരു കാര്യം എഴുതിയിരിക്കുന്നുണ്ട്. 3-ാം അധ്യായത്തില് ഉണർന്നു കൊള്ളുക എന്ന് പറഞ്ഞിട്ട്, ഉണർന്നു കൊള്ളുക, ശാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കുക. അപ്പോൾ അവിടെ നിനക്ക് ജീവനുള്ളവനെന്ന് ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു, ജീവനുള്ളവൻ എന്ന് നിനക്ക് പേരുണ്ടെങ്കിലും നീ മരിച്ചവനാകുന്നു, അതിനുശേഷം ഉണർന്നു കൊള്ളുക എന്ന് പറയുന്നു. അപ്പോൾ ഉണരേണ്ടത് അല്ലെങ്കിൽ ദൈവവുമായിട്ട് നിരപ്പ് പ്രാപിക്കേണ്ടത്, പാപത്തിന്റെ അവസ്ഥ നമ്മളിൽ നിന്ന് മാറേണ്ടത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം തന്നെയാണ്. അല്ലല്ലേ? അപ്പൊ വെളിച്ചത്തിന്റെ പ്രൈമറി സ്റ്റെപ്പ് എന്നുള്ളത് ഇരുട്ടില്ലാതിരിക്കുക എന്നുള്ളതാണ്. ഇരുട്ടിൻ്റെതായ അവസ്ഥയുണ്ടെങ്കിൽ അത്
ആത്മാർത്ഥമായ ദൈവത്തിന്റെ സന്നിധിയിൽ ഏറ്റുപറഞ്ഞ് കഴുകൽ പ്രാപിച്ച് നിരപ്പ് പ്രാപിക്കണം. പാപം ഉണ്ടാവാതിരിക്കാൻ, അല്ലെങ്കിൽ പാപം അവോയ്ഡ് ചെയ്ത് ഉള്ള ഒരു ജീവിതം നയിക്കാനാണ് യോഹന്നാൻ അപ്പോസ്തലൻ ഇത് നമ്മളെ പഠിപ്പിക്കുന്നു. നമ്മളിത് വായിക്കുന്നു, നമ്മളിത് ഇവിടെ കാണുന്നതും. ഹല്ലേലൂയ. അല്ലാതെ നമ്മൾ പാപത്തിനൊരു എക്സ്ക്യൂസ് പറയാനല്ല ഈ പ്രത്യേകിച്ച് ഈ 1-ാം അധ്യായത്തിലെ വാക്യങ്ങൾ ഇവിടെ എഴുതി, നാം പാപം ചെയ്തിട്ടില്ല എന്ന് പറയുന്നുവെങ്കിൽ അവനെ അസത്യവാദിയാക്കുന്നു, അവന്റെ വചനം നമ്മിൽ ഇല്ലാതായി. ചിലർ അത് തന്നെ എടുത്തിട്ട് പാപം ചെയ്താൽ പാപമൊക്കെ വരും, അത് കുഴപ്പമില്ല, അങ്ങനൊന്നും അല്ല എൻ്റെ ഇടപാട്. അതിൻ്റെ ഒത്തിരി ആഴത്തിലോട്ട് വചനത്തിലോട്ട് നമ്മൾ വരുമ്പോൾ, നമ്മൾ യഥാർത്ഥമായി ബലം കായ്ക്കണമെങ്കിൽ പാപമില്ലാത്ത, അല്ലെങ്കിൽ ഒരു ചെടി യഥാർത്ഥമായി ആ ഒരു പ്രോപ്പറായിട്ടുള്ള നറിഷ്മെന്റിൽ കിട്ടി, അതായത് വളം കിട്ടി, വെള്ളം കിട്ടി, അതനുസരിച്ച് അത് വളർന്ന് അത് ബലം പുറപ്പെടുവിക്കുന്ന ഒരു അവസ്ഥയാണ് ദൈവം കണ്ടുപിടിക്കുന്നത്, അല്ലെങ്കിൽ ദൈവം നമ്മൾക്ക് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതല്ലാതെ ഈ ചെടീനെ ഇടയ്ക്ക് പറിച്ച് പിന്നെ തിരിച്ച് നട്ട് പറിച്ച് നട്ട് അല്ലെങ്കിൽ അങ്ങനെ ഉള്ള സാധനമല്ല. ദൈവവും ആ പാപം ചെയ്തതിന് ദൈവമായിട്ടുള്ള കണക്ഷൻ വിട്ടു, പിന്നെ ഏറ്റുപറഞ്ഞ് മരിച്ചൊരവസ്ഥയിലാവും, പിന്നെ ഏറ്റുപറഞ്ഞ് അത് റീകൺസൈൽ ചെയ്യണം. അപ്പം അങ്ങനെ ഈ പാപവും പിന്നെ ഇടയ്ക്ക് മാനസാന്തരവും പാവം അങ്ങനെയുള്ളവരൊന്നും ബലം കായ്ക്കില്ല. ഒരു കാരണവശാലും അഗപ്പെ ലവ് ഒന്നും അവർക്ക് കിട്ടാനേ പോണില്ല. അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ വ്യക്തമായി മനസ്സിലാക്കുന്നുവെങ്കിൽ, നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിൽ ഞാനൊരു പ്ലാന്റ് ആണ്, യഥാർത്ഥമായി എനിക്ക് ആ ഒരു ബലത്തിന്റെ അവസ്ഥയിലോട്ട് വരണം, ദൈവത്തിന്റെ പ്രവൃത്തിയുടെ അവസ്ഥയിലോട്ട് വരണം. അങ്ങനെയൊക്കെയുള്ള ആ ഒരു വലിയ കാഴ്ചപ്പാട് നമുക്ക് ഉണ്ടെങ്കിൽ, ഹല്ലേലൂയ, അപ്പോൾ വളരെ നമ്മൾ കെയർഫുൾ ആയിട്ട് തന്നെ ജീവിക്കേണ്ടതായ ഒരു ആവശ്യമുണ്ട് നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ ഇതൊക്കെ നമുക്കൊരു നോളജ് സിസ്റ്റമാണ്. ദൈവം നമുക്ക് ഈ ഒരു നോളജാണ് പകർന്നു നൽകുന്നത്. ആ നോളജ് ഇല്ലാത്തത് കൊണ്ട് ജനം നശിച്ചു പോവുകയും ചെയ്യും. അപ്പോൾ നമ്മൾ യഥാർത്ഥമായി ദൈവത്തിൻ്റെതായ നോളജ്, ദൈവത്തിന്റെ സിസ്റ്റം നമ്മൾ സീരിയസ് ആയിട്ട് പഠിക്കേണ്ടതിൻ്റെ ആവശ്യമുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ തിരിച്ച് നമ്മൾ ഇവിടെ വരുവാണെങ്കിൽ, ഈ വെളിച്ചത്തിന്റെ അടുത്ത ഒരു സ്റ്റേജ് നമ്മൾക്ക് ഈ യെശയ്യാ പ്രവചനം 60-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ പറ്റും. അപ്പോൾ ഫസ്റ്റ് ഉള്ള പക്ഷെ 60-ാം അധ്യായത്തിന് തുടക്കത്തിൽ തന്നെ ഇങ്ങനെയാ പറയുന്നത്, എഴുന്നേറ്റ് പ്രകാശിക്കുക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു, യഹോവയുടെ തേജസ്സ് നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. അപ്പോൾ ഞാൻ ദൈവത്തോട് ഇങ്ങനെ ചോദിച്ചാൽ, എന്താ ദൈവം ഈ എഴുന്നേറ്റ് പ്രകാശിക്കുക എന്ന് പറഞ്ഞാണ്? പ്രകാശിക്കുക എന്ന് പറഞ്ഞാൽ പോരെ, എന്ന് എഴുന്നേറ്റ് പ്രകാശിക്കുക. അപ്പോൾ ദൈവം എന്നെ കൊണ്ടുപോയത് ഈ എഴുന്നേൽക്കുക എന്ന് പറയുന്നത്, നമ്മൾ കുറച്ച് മുമ്പ് ആ വെളിപ്പാട് പുസ്തകത്തിൽ വായിച്ചതുപോലെ ഉണർന്നിരിക്കുന്ന അവസ്ഥ, അല്ലെങ്കിൽ ഈ കുറച്ച് മുമ്പ് നമ്മൾ 1 യോഹന്നാനിൽ കണ്ടിരിക്കുന്ന ഇരുട്ടില്ലാത്ത, യഥാർത്ഥമായി നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിൽ യഥാർത്ഥമായി കഴുകൽ പ്രാപിച്ച് ദൈവത്തിന് പ്രവർത്തിക്കാൻ പാകത്തിനുള്ള ഒരു അവസ്ഥയിൽ തന്നെ ആയിരിക്കുക എന്നുള്ളതാണ് ആ എഴുന്നേൽക്കുക, ഉണരുക എന്നുള്ള ഒരു കാര്യം കൊണ്ട് ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. ഹല്ലേലൂയ. ഈ പ്രത്യേകിച്ച് യെശയ്യാ പ്രവചനം 1-ാം അധ്യായത്തില് ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ദൈവനെ ജസ്റ്റ് ഇങ്ങനെ കാണിച്ചു തന്നായിരുന്നു. ഞാൻ നമ്മുടെ എല്ലാവരുടെ അറിവിലേക്ക് വേണ്ടി നമുക്കത് ജസ്റ്റ് ഒന്ന് നോക്കാം. 1-ാം അധ്യായത്തിനകത്ത് ഈ ഇസ്രായേൽ മക്കളുടെ ആ പാപത്തിന്റെ ഒരു അവസ്ഥയാണ് അവിടെ കാണിക്കുന്നത്. എന്നിട്ട് അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനുള്ള കേസ് മാത്രം ഞാൻ പറയാം. 1-ാം അധ്യായം 5-ാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ഇനി നിങ്ങളെ അടിച്ചിട്ട് എന്ത്, നിങ്ങൾ അധികം അധികം പിന്മാറുകയുള്ളൂ, തല മുഴുവനും ദീനവും ഹൃദയം മുഴുവനും രോഗവും പിടിച്ചിരിക്കുന്നു. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഫിഗറേറ്റീവിൽ എഴുതിയേക്കുന്നതാണ്. നമ്മൾ പിന്മാറ്റത്തിൽ, അല്ലെങ്കിൽ ദൈവത്തിന്റെ സിസ്റ്റത്തിൽ നിന്ന് മാറിപ്പോകുമ്പോൾ നമ്മളിൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയൊരു മാറ്റം, ഒന്ന് നമ്മുടെ ഹൃദയം അത് പിന്നെയും മലിനമായി, കഠിനമായി, ഹൃദയത്തിനകത്ത് ദുർനിക്ഷേപങ്ങൾ പിന്നെയും കൂടിക്കൊണ്ടിരിക്കും. മാത്രമല്ല നമ്മുടെ ചിന്താഗതികൾ മൊത്തം റോങ് ആയിരിക്കും. ഹല്ലേലൂയ. ദൈവത്തിന്റെ സന്നിധി, അത് വളരെ വ്യക്തമായിട്ട് ഫിഗറേറ്റീവ്ലി യെശയ്യാപ്രവചനം എഴുതിയിരിക്കുന്നത്, നിങ്ങളുടെ തല മുഴുവൻ ദീനവും ഹൃദയം മുഴുവൻ രോഗവും പിടിച്ചിരിക്കുന്നു. ആക്ച്വലി ഒരു അസുഖമായിട്ട് അതല്ല അവിടെ മനസ്സിലാക്കേണ്ടത്. അതിന് ശേഷമുള്ള കാര്യം ഒരുപക്ഷെ വേണമെങ്കിൽ അസുഖമായിട്ട് എടുക്കാം. പക്ഷേ
അസുഖം മാത്രമല്ല, അതിനൊരു ആത്മീയ അർത്ഥമുണ്ട്. അതിന് ശേഷമുള്ള വാക്യം 6-ാം വാക്യം ഒക്കെ അതിനകത്ത് ആത്മീയ അർത്ഥമുണ്ട്. 6-ാം വാക്യം, അടി തൊട്ട് മുടി വരെ ഒരു സുഖവുമില്ല, മുറിവും ചതവും പഴുത്ത വ്രണവും മാത്രമേ ഉള്ളൂ. അവയെ ഞെക്കി കഴുകിയിട്ടില്ല, വെച്ച് കെട്ടിയിട്ടില്ല, എണ്ണ പുരട്ടി ശമിപ്പിച്ചിട്ടുമില്ല. അപ്പോ ഈ ഭാഗം നമ്മൾ ഈ കുറച്ചു മുമ്പ് ആദ്യം തന്നെ യേശു പറഞ്ഞത് ഉപ്പ്, ആ ഉപ്പിൻ്റെതായ ഒരു കാര്യം. ഉപ്പ് ഗുണമില്ലെങ്കിൽ മൊത്തം പ്രശ്നം. അപ്പോൾ ഉപ്പിന് ഗുണമില്ലെങ്കിൽ നമ്മൾ ഈ ഭയങ്കരമായ ഇരുട്ടിന്റെ അവസ്ഥയിലോട്ടാണ് പോണത്. ഇരുട്ടിനകത്ത അവസ്ഥയിൽ പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ ചിന്താഗതി, നമ്മുടെ ഹൃദയം, ഇത് കണ്ടമാനം സാത്താൻ അതിനകത്ത് കയറി പ്രവർത്തിക്കും. നമ്മുടെ ചിന്താഗതി റോങ് ആയിരിക്കും. പിന്നെയും റോങ്, വളരെ വളരെ റോങ്ങിൽ നിന്ന് റോങ്ങിലൂടെ പോകും. ഹൃദയമാണെങ്കിൽ ഭയങ്കരമായ കഠിനമാകുന്നൊരവസ്ഥ വരും. അപ്പൊ നമ്മൾ ഇത് വളരെ വ്യക്തമായി മനസ്സിലാക്കണം. ദൈവത്തെ പിരിഞ്ഞ് നമുക്ക് ഒരു ഗുണവും ഇല്ലാതെ മാത്രമല്ല, ഭയങ്കരമായൊരു ഡേഞ്ചർ ആയിട്ടുള്ള, അല്ലെങ്കിൽ ഭയങ്കരമായ ഇരുട്ടിന്റെ അവസ്ഥയിലോട്ടാണ് കാര്യങ്ങളുടെ പോക്ക് പോകുന്നത്. ഹല്ലേലൂയ. പിന്നെ ഈ 1-ാം അധ്യായത്തില് നമുക്ക് വേറൊരു കാര്യം കാണാൻ പറ്റുന്നത്, അതിനകത്ത് 19-20 വാക്യങ്ങള്, നിങ്ങൾ മനസ്സ് വെച്ച് കേട്ടനുസരിക്കുന്നുവെങ്കിൽ ദേശത്തിലെ നന്മ അനുഭവിക്കും. മറുത്ത് മത്സരിക്കുന്നുവെങ്കിലോ നിങ്ങൾ വാളിനിരയായിത്തീരും. യഹോവയുടെ വായ് അരുളി ചെയ്തിരിക്കുന്നു. ഇവിടെ അതിനുശേഷം ഇങ്ങനെ നിങ്ങളുടെ പാപം എത്ര കടും ചുമപ്പാണെങ്കിലും ഒക്കെ അതിനെ ഹിമം പോലെ വെളുപ്പിക്കാമെന്നുള്ള കാര്യങ്ങളൊക്കെ അവിടെ ആ ഒരു വേദഭാഗങ്ങളിലൊക്കെ നമുക്ക് വായിക്കാൻ കഴിയും. അപ്പോ ദൈവത്തിന്റെ സന്നിധിയിൽ യഥാർത്ഥമായി പ്രകാശിക്കണമെങ്കിൽ പ്രൈമറി ആയിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, ദൈവത്തിന്റെ സന്നിധിയിൽ യഥാർത്ഥമായി കഴുകൽ പ്രാപിച്ച് അവന്റെ ആ ഒരു കാരണവശാൽ ഇരുട്ടിന്റെ അവസ്ഥ ഉണ്ടാകാതെ, എന്തെങ്കിലും കാര്യത്തിൽ നമ്മുടെ ജീവിതത്തിൽ പ്രശ്നമുണ്ടെങ്കിൽ അത് യഥാർത്ഥമായി ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചിട്ട് ദൈവത്തിന്റെ വലിയ കാര്യം നമ്മുടെ ജീവിതത്തിൽ നടപ്പാക്കാൻ വേണ്ടി നമ്മൾ റെഡിയായി ഉള്ളൊരു നല്ലൊരു പാത്രമായിട്ട് ദൈവത്തിന്റെ സന്നിധിയിൽ വെച്ചു കൊടുത്താൽ ദൈവം അവിടെ പ്രവർത്തിക്കും. ഹല്ലേലൂയ. കാരണം യെശയ്യാ പ്രവചനം അതിനുശേഷം നമ്മൾ 60-ാം അധ്യായത്തിൽ കാണുന്നത്, എഴുന്നേറ്റ് പ്രകാശിച്ചാൽ, അല്ലെങ്കിൽ ഈ ഒരു പാപത്തിന്റെ അവസ്ഥ മാറി, പാപത്തിന്റെ ഒരു സിസ്റ്റം മാറി, യഥാർത്ഥമായി പ്രകാശത്തിന്റെ സ്ഥാനത്തിലോട്ട് വന്നു കഴിഞ്ഞാൽ, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു, യഹോവയുടെ തേജസ്സും നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. അന്ധകാരം ഭൂമിയെയും കൂരിട്ട് ജാതികളെയും മൂടുന്നു, നിന്റെ മേൽ യഹോവ ഉദിക്കും, അവന്റെ തേജസ്സും നിന്റെ മേൽ പ്രത്യക്ഷമാകും. ജാതികൾ നിന്റെ പ്രകാശത്തിലേക്കും രാജാക്കന്മാർ നിന്റെ ഉദയശോഭയിലേക്കും വരും. നീ തല പൊക്കി ചുറ്റും നോക്കുക, അവർ എല്ലാവരും ഒന്നിച്ചു കൂടി നിന്റെ അടുക്കൽ വരുന്നു. നിന്റെ പുത്രന്മാർ ദൂരത്തു നിന്ന് വരും, നിന്റെ പുത്രിമാരെ പാർശ്വത്തിൽ വഹിച്ചുകൊണ്ട് വരും. അപ്പോൾ നീ കണ്ട് ശോഭിക്കും, നിന്റെ ഹൃദയം പിടച്ച് വികസിക്കും. സമുദ്രത്തിന്റെ ധനം നിന്റെ അടുക്കൽ വരും, ജാതികളുടെ സമ്പത്ത് നിന്റെ അടുക്കൽ വരും. ഒട്ടകങ്ങളുടെ കൂട്ടവും മിദ്യാനിലെ ഏഫയുടെ ചുറ്റുട്ടങ്ങളും നിന്നെ മൂടും. ഷേബയിൽ നിന്ന് അവരൊക്കെയും വരും. പൊന്നും കുന്തിരുക്കവും അവർ കൊണ്ടുവന്ന് യഹോവയുടെ സ്തുതിയെ ഘോഷിക്കും. ഹല്ലേലൂയ. കേദാരിലെ ആടുകളൊക്കെയും നിന്റെ അടുക്കൽ ഒന്നിച്ചു കൂടും. നെബോയാത്തിലെ മുട്ടാടുകൾ നിനക്ക് ശുശ്രൂഷ ചെയ്യും. അവ പ്രസാദമുള്ള യാഗമായി എൻ്റെ പീഠത്തിന്മേൽ വരും. അങ്ങനെ ഞാൻ എൻ്റെ മഹത്വമുള്ള ആലയത്തെ മഹത്വപ്പെടുത്തും. മേഘം പോലെയും തങ്ങളുടെ കിളിവാതിലിലേക്ക് പ്രാവുകളെപ്പോലും പറന്നു വരുന്ന ഇവർ ആർ. ഹല്ലേലൂയ. ഇനി നമ്മൾ ഈ ഒരു വേദഭാഗം നമ്മൾ വായിച്ചത് ശരിക്കും പറഞ്ഞാൽ ഈ മത്തായി സുവിശേഷം 5-ാം അധ്യായം, അതിന് ശേഷം ഇങ്ങനെ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിരിക്കുന്നു. അപ്പൊ ആദ്യം ഒരു പാപത്തിന്റെ ഒരു കാര്യം മാറി, ഇരുട്ടിന്റെ അവസ്ഥ മാറി, ദൈവത്തിൻ്റെതായ ആ ഒരു പ്രസാദത്തിലോ ദൈവത്തിൻ്റെതായ ഹോളിനെസ്സിലോട്ട്, ആ റീകൺസൈലിലോട്ട് വന്നതിന് ശേഷം നമ്മൾ ഈ വെളിച്ചത്തെ, ഞാൻ പറഞ്ഞു 2 സ്റ്റേജ് എന്ന് പറയാം. ഒന്ന് പാപം, ഈ വെളിച്ചം ഇരുട്ടില്ലാത്തൊരവസ്ഥ. അതിനുശേഷം ദൈവത്തിനു വേണ്ടി, അല്ലെങ്കിൽ ദൈവം ഉദ്ദേശിക്കുന്ന വലിയ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുന്ന അവസ്ഥയാണ്
രണ്ടാമത്തെ അവസ്ഥ. ഹല്ലേലൂയ. അവിടെ ഈ 5-ാം അധ്യായത്തിലും അതിങ്ങനെ എഴുതിയിരിക്കുന്നുണ്ട്. അത് പക്ഷെ വേറെ രീതിയിലാണ് എഴുതിയിരിക്കുന്നത്. ഇങ്ങനെ എഴുതിയിരിക്കുന്നു. നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. അതിനുശേഷം മലമേലിരിക്കുന്ന പട്ടണം മറഞ്ഞിരിപ്പാൻ പാടില്ല. വിളക്ക് കത്തിച്ച് പറയിൻ കീഴിലല്ല തണ്ടിന്മേലത്രേ വെക്കുന്നത്. അപ്പോൾ അത് വീട്ടിലുള്ള എല്ലാവർക്കും പ്രകാശിക്കുന്നു. അങ്ങനെ തന്നെ മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ നമുക്ക് ആ യേശു തന്നെ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നതിൽ തന്നെ ഇപ്പോൾ ഫസ്റ്റ് കേസിൽ പാപമില്ലാത്ത അവസ്ഥ, അതിനുശേഷം സെക്കൻഡ് കേസ് അല്ലെങ്കിൽ അടുത്ത അതിൻ്റെ ഫർദർ ആയിട്ടുള്ള സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മളെ കൊണ്ട് ദൈവത്തിന് ചില പദ്ധതികൾ ചെയ്തെടുക്കാനുണ്ട്. ഹല്ലേലൂയ. ഒരു ആവശ്യവുമില്ലാതെ അല്ലെങ്കിൽ ഒരു പദ്ധതിയും ഇല്ലാതെ ഒരു വ്യക്തിയെയും ദൈവം തെരഞ്ഞെടുത്തിട്ടില്ല. ഹല്ലേലൂയ. ദൈവം വളരെ വ്യക്തമായി ദൈവത്തിന് ചില കാര്യങ്ങൾ ഈ വ്യക്തികളെ കൊണ്ട് അല്ലെങ്കിൽ ഈ ഒരു ഓരോ സെലക്ഷനിൽ പെട്ട ഓരോ ആൾക്കാരെ കൊണ്ട് ചെയ്തെടുക്കുവാനുണ്ട്. ഹല്ലേലൂയ. അത് യഥാർത്ഥമായുള്ള പ്രവൃത്തി അത് ശരിക്കും പ്രകാശിക്കണമെങ്കിൽ ആദ്യം തന്നെ നമ്മൾ ഈ ചില ഫണ്ടമെന്റൽസ് മനസ്സിലാക്കണം. ഒന്ന്, ഈ യേശുവിനെ കൂടാതെ എനിക്കൊന്നും പറ്റില്ല. ഈ പ്രകാശിക പോയിട്ട് ഒന്നിനും കൊള്ളില്ല. 2, ഈ ദൈവത്തിന്റെ സിസ്റ്റം അല്ലാതെ അല്ലെങ്കിൽ നമ്മൾ ഈ പ്രകാശത്തിന്റെ അവസ്ഥയിലല്ല, ഇരുട്ടിന്റെ അവസ്ഥയിലാണെങ്കിൽ നമ്മൾ അതിഭീകരമായിട്ട് പുറകോട്ട് നമ്മൾ മാറിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. ഹല്ലേലൂയ. അപ്പോൾ യഥാർത്ഥമായി ദൈവത്തിന്റെ പ്രവൃത്തി നമ്മളിൽ വെളിപ്പെടണമെങ്കിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എഴുന്നേൽക്കണം, ഉണരണം. ഹല്ലേലൂയ. ആ ഉണർന്ന് ദൈവത്തിൻ്റെതായ ആ ഒരു റീകൺസിലേഷനിലോട്ട് വന്നതിന് ശേഷമാണ് ഹല്ലേലൂയ ദൈവം ഹല്ലേലൂയ നമ്മളെ കൊണ്ട് ഹല്ലേലൂയ ദൈവത്തിൻ്റെതായ വലിയ പ്രവൃത്തികളെ ചെയ്യിപ്പിക്കുന്ന ആ ഒരു ലെവലിലോട്ട് നമ്മളെ എത്തിക്കുന്നത്. ഹല്ലേലൂയ. അപ്പൊ ദൈവത്തിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഹല്ലേലൂയ നമ്മുടേതായ ഹല്ലേലൂയ യഥാർത്ഥമായി മാനസാന്തരത്തിൽ അതിനുശേഷം ഹല്ലേലൂയ ആ ദൈവത്തിൻ്റെതായ ആ ഒരു ബലം പുറപ്പെടുവിക്കുന്ന ആ ദൈവ സ്നേഹമുള്ള ഒരു അവസ്ഥയിൽ അതിനുശേഷം ദൈവത്തിൻ്റെതായ വലിയ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുന്ന അവസ്ഥയിൽ അങ്ങനെ വെളിപ്പെടുന്ന അവസ്ഥയിൽ വരുമ്പോഴാണ് ജാതികൾക്ക് പോലും മനസ്സിലാകും അല്ലെങ്കിൽ ജാതികൾ പോലും നമ്മളിലോട്ട് അട്രാക്റ്റ് ചെയ്യപ്പെടും. ഹല്ലേലൂയ. യെസ്. അത് ദൈവത്തിന്റെ ഒരു സിസ്റ്റമാണ്. അല്ലെ, നമ്മൾ എത്ര വേണ്ടാന്ന് വെച്ചാലും എത്ര ഒക്കെ നമ്മൾ പ്രത്യേകിച്ച് ഒരു പ്ലാനോ ഒരു സംഭവം യഥാർത്ഥമായ ഒരു ദൈവ പൈതൽ ഒരു അഭിഷേകമുള്ള ദൈവത്തിൻ്റെതായ ആത്മാവുള്ള ഒരു വ്യക്തി ഏത് മേഖലകളിൽ പോയാലും ഹല്ലേലൂയ അവരെത്രയൊക്കെ വേണ്ടാന്ന് വെച്ചാലും ഹല്ലേലൂയ ഞാൻ പറഞ്ഞ അഭിഷേകമുള്ള യഥാർത്ഥമായ ഒരു ദൈവ പൈതലാണെങ്കിൽ യെസ് ഹല്ലേലൂയ അവൻ അവിടെ നോട്ട് ചെയ്യപ്പെടും. ഹല്ലേലൂയ. അല്ലെങ്കിൽ അവനൊരു പ്രത്യേകതയുണ്ട്. അത് മറ്റുള്ളവർ മനസ്സിലാക്കും. അവൻ യഥാർത്ഥമായി പ്രകാശം ചൊരിയാൻ തുടങ്ങും. ഹല്ലേലൂയ. ഇനി സാത്താൻ എന്താ ചെയ്യുക എപ്പോഴും? സാത്താൻ എപ്പോഴും നമ്മളെ തെറ്റിക്കാൻ നോക്കും. ദൈവത്തിൻ്റെതായ പ്രകാശത്തിൽ നിന്ന് മാറ്റി നമ്മൾ ഇരുട്ടിൻ്റെ സിസ്റ്റത്തിലോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കും. അപ്പോൾ ഇരുട്ടിൻ്റെ സിസ്റ്റം ആണെങ്കിൽ മൊത്തം പ്രശ്നമായി. ആ പ്രകാശം പോയിട്ട് ഒന്നും കാര്യം സാധിക്കത്തില്ല. ഇനി പിന്നെ സാത്താൻ ചെയ്യുന്ന സിസ്റ്റം എന്നാ? മറ്റു മനുഷ്യര് എങ്ങനെയാ അവര് എക്സൽ ആവണം അല്ലെങ്കിൽ അവര് ഹാർഡ് വർക്ക് ചെയ്ത് അവര് ഭയങ്കരമായി പ്രവർത്തിച്ച് അവരുടെ അങ്ങനെയാണ് അവർ എക്സൽ ചെയ്യുന്നത്. അല്ലെങ്കിൽ അവരുടെ ഒരു ഗ്രാഫ് പോകുന്ന വെച്ചാൽ ഗ്രാജുവലായിട്ട് ഇങ്ങനെ അത് മുകളിലോട്ട് പോകും. പക്ഷേ ഒരു വിശ്വാസിയുടെ ഗ്രാഫ് സാധാരണഗതിയിൽ ഞാൻ എപ്പോഴും പറയുന്നതാണ്. അവന് ആദ്യം ഒത്തിരി ട്രെയിനിങ് പീരീഡ് ഉണ്ട്. അവനെ ഈ പറഞ്ഞ ഒരു നിലവാരത്തിൽ എത്തിക്കാൻ ഹല്ലേലൂയ. ഒന്നാമത് അവന് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാവാൻ. അതിനുശേഷം അവൻ്റെ ഈ പറഞ്ഞ മാതിരി പാപത്തിൻ്റെതായ ഒരു അഡ്ജസ്റ്റ്മെന്റ് ജീവിതമൊക്കെ മാറി യഥാർത്ഥമായി വെളിച്ചത്തിലൊന്ന് നടന്ന് യഥാർത്ഥമായി ദൈവത്തിൻ്റെ ബലം ഒന്ന് കായ്ക്കുന്ന ഒരു അവസ്ഥയിലോട്ട് വന്ന് ഇപ്പം അതിനുശേഷം ഇവനൊന്ന് ഒരുങ്ങി ഒന്ന് റെഡിയായതിനു ശേഷം ഇവൻ ഒറ്റ കുതിച്ചുചാട്ടമായിരിക്കും. ഇവൻ്റെ ഗ്രാഫ് ഇങ്ങനെ കുറച്ച് നാളിങ്ങനെ പോയിട്ട് ഒറ്റ പൊങ്ങലായിരിക്കും. ഹല്ലേലൂയ. അതേസമയം ഒരു സാധാരണ വ്യക്തിയാണെങ്കിൽ ഒരു ഹാർഡ് വർക്ക് ചെയ്യാതെ ഗ്രാജുവലായിട്ടാണ് പോണത്. ഇപ്പോൾ ഇവിടുത്തെ നമ്മുടെ ഈ പ്രത്യേകിച്ച് വിശ്വാസികളുടെ ഇടയിലൊക്കെ ഒരു മണ്ടത്തരം ചെയ്യുന്നത് എന്നാന്ന് വെച്ചാൽ ഇവന്റെ ഫോർമുല ഞാൻ ആദ്യം പറഞ്ഞു എന്നെ പിരിഞ്ഞ് ഒന്നും പറ്റില്ല എന്നുള്ള കേസ് പിള്ളേരെ പറഞ്ഞ് മനസ്സിലാക്കി പഠിപ്പിക്കണം.
ഇവൻ പിള്ളേർ ദൈവത്തിന് വെളിയിലുള്ള പിള്ളേരാണെങ്കിൽ ഇവര് മറ്റുള്ളവർ കാണുന്ന അവർ ചെയ്യുന്ന അവർ പഠിക്കുന്ന കോഴ്സ് അല്ലെങ്കിൽ അവരുടെ ഫോർമുല അവരുടെ രീതി ഒന്നും വിശ്വാസി പിള്ളേർക്ക് കേൾക്കൂല. അതാണ് എന്നെ ദൈവം പഠിപ്പിച്ചത്. അതുകൊണ്ട് എനിക്കത് പറയുന്നതിന് ഒരു മടിയുമില്ല. ഹല്ലേലൂയ. ഇറ്റ്സ് എ ഫാക്ട് ആക്ച്വലി. യഥാർത്ഥമായ ഒരു വിശ്വാസി അല്ലെങ്കിൽ ദൈവത്തിന്റെ വിളിയുള്ളവനാണെങ്കിൽ ഹല്ലേലൂയ, അവന്റെ സിസ്റ്റം എന്ന് പറയുന്നത് അവൻ ആദ്യം ഹല്ലേലൂയ ശരിക്കും മനസ്സിലാക്കേണ്ടത് ഈ ചില ഫണ്ടമെന്റൽസ് ഹല്ലേലൂയ. വചനം പഠിക്കുക, ആമേൻ. ദൈവത്തിന്റെ സിസ്റ്റം പഠിക്കുക, ഹല്ലേലൂയ. യെസ്, ഹല്ലേലൂയ. അല്ലാതെ മറ്റുള്ളവർ ലോക മനുഷ്യര് അവർ ഫോളോ ചെയ്യുന്ന പാതയിൽ അല്ലെങ്കിൽ അവരുടെ ഫോർമുല അനുസരിച്ച് വിശ്വാസി പിള്ളേരുടെ ജീവിതത്തിൽ നടക്കൂല. ഹല്ലേലൂയ. അല്ലെങ്കിൽ ഒരുപക്ഷെ വിശ്വാസി ആയിരിക്കത്തില്ല, അവൻ ജസ്റ്റ് അല്ലെങ്കിൽ അവൻ വെളിയിൽപ്പെട്ട ഒരാളായിരിക്കത്തില്ല. ഹല്ലേലൂയ. യഥാർത്ഥമായ വിളിയുള്ള വ്യക്തിയാണെങ്കിൽ ഹല്ലേലൂയ, യെസ്, ദൈവത്തിൻ്റെതായ പാത, ദൈവത്തിൻ്റെ സിസ്റ്റം, ഹല്ലേലൂയ. ഇനിഷ്യലി കുറച്ച് ട്രെയിനിങ് പീരീഡ് ഉണ്ട്. ചില കാര്യങ്ങൾ ദൈവം പഠിപ്പിച്ചതിന് ശേഷം വളരെ യെസ് അറ്റ് റൈറ്റ് ടൈമിൽ ദൈവം യെസ് ഹല്ലേലൂയ യെസ് ഒരു വേറൊരു മനുഷ്യന് എത്തിപ്പെടാൻ പറ്റാത്ത രീതിയിൽ ഹല്ലേലൂയ ഇവനായിട്ട് കോമ്പറ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഇവന്റെ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ഇവന്റെ പ്രകാശം അവൻ ചൊരിഞ്ഞിരിക്കും. ഹല്ലേലൂയ. അതാണ് ദൈവം യെസ് ആമേൻ നമ്മളെ പൊതുവെ മൊത്തത്തിൽ നമ്മൾ പഠിപ്പിക്കുന്നത്. ഹല്ലേലൂയ. ഇനി ഈ ഇതുപോലത്തെ പ്രോപ്പറായിട്ട് ട്രെയിനിങ് പീരീഡ് ആർക്ക് കിട്ടിയില്ലേ അവരൊക്കെ പിന്നീട് ഫെയിലർ ആയിട്ടുണ്ട്. ഇപ്പൊ ശൗൽ രാജാവ് ഒറ്റയടിക്ക് വന്നിട്ട് പ്രവാചകന്റെ അടുത്ത് വന്നിട്ട് അഭിഷേകം പ്രവചിച്ച് പിന്നെ പെട്ടെന്ന് ചെടി പിടിയുന്ന ആള് പെട്ടെന്ന് രാജാവായിട്ട് മുന്നോട്ട് പോയി. പക്ഷെ എന്നിട്ട് നമുക്കറിയാം അതിന്റെ ഫ്യൂച്ചർ എന്തായി അല്ലെങ്കിൽ അതിന്റെ ഫൈനൽ അവസ്ഥ എന്തായിരുന്നു. ഹല്ലേലൂയ. അപ്പം അതുപോലെ പെട്ടെന്നുള്ള എളുപ്പവിദ്യയിൽ ആരെങ്കിലും ഇതുപോലെ ദൈവത്തിന്റെ സിസ്റ്റത്തിൽ തന്നെയാണെങ്കിൽ പോലും വന്നിട്ടുണ്ടെങ്കിൽ പിന്നീട് അത് പരാജയപ്പെട്ടിട്ടുണ്ട്. അതേസമയം ദാവീദ്, അതുപോലെ തന്നെ യോസഫ്, അങ്ങനെയൊക്കെയുള്ള മോശ, അപ്പൊ അവരുടെയൊക്കെ ഇനിഷ്യലായിട്ടുള്ള ട്രെയിനിങ് പീരീഡിൽ ദൈവം ഇവരെ യഥാർത്ഥമായി പണിത് യഥാർത്ഥമായി ഒരു നല്ല പാത്രമാക്കി നല്ല വെസലാക്കി കാര്യങ്ങളെ പറഞ്ഞ് പഠിപ്പിച്ച് യഥാർത്ഥമായി ദൈവത്തിന്റെ ആത്മാവിനെ കൊടുത്ത് ദൈവത്തിന്റെ സിസ്റ്റത്തിലോട്ട് വന്നതിന് ശേഷം അറ്റ് ദ റൈറ്റ് മൊമെന്റ് ഒരു പ്രത്യേക സന്ദർഭത്തിൽ വന്നപ്പോൾ മറ്റാർക്കും എത്തിപ്പെടാൻ പറ്റാത്ത രീതിയിൽ ഹല്ലേലൂയ ഇവരങ്ങ് പ്രകാശിക്കും. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, നമ്മൾ ഹല്ലേലൂയ യെസ് ദൈവത്തിന്റെ മക്കളാണ്. ഹല്ലേലൂയ. അവന്റെ സെലക്ഷൻ നമ്മളിൽ ഉണ്ട്. ഹല്ലേലൂയ. നമുക്ക് ആ യേശുവിനെ പിരിഞ്ഞ് ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ എത്ര ഹാർഡ് വർക്ക് ചെയ്താലും ദൈവത്തിന്റെ പദ്ധതി അല്ലാതെ ദൈവത്തിന്റെ ഇഷ്ടമല്ലാതെ യെസ് നമ്മുടെ ജീവിതത്തിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. യെസ് ഹല്ലേലൂയ. പ്രിയ ദൈവങ്ങളെ, ഞാൻ ഇത് പറഞ്ഞ് ഞാൻ ഇവിടെ നിർത്തുവാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ യഥാർത്ഥമായി ഒരു ബുദ്ധിയോടെ ജീവിക്കേണ്ടതിന്റെ ഏറ്റവും ആമേൻ ഹല്ലേലൂയ ആവശ്യമുള്ള സന്ദർഭമാണ്. ഹല്ലേലൂയ. അതിന് ഫസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ളത് ഹല്ലേലൂയ നമ്മൾ ദൈവമായിട്ട് പരിപൂർണമായി റീകൺസിൽ നമ്മൾ ഒത്തിരി പല കാര്യങ്ങളും വിടാനും പല കാര്യങ്ങളും ഒഴിവാക്കാനും അല്ലെങ്കിൽ ത്യജിക്കാനും ഒക്കെ ഉണ്ടാവുമായിരിക്കും. ഹല്ലേലൂയ. ഏറ്റവും ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ദൈവത്തിന്റെ സന്നിധിയിൽ യഥാർത്ഥമായി നമ്മളെ തന്നെ ഏറ്റുപറഞ്ഞ് ആ ഇരുട്ടിന്റെ അവസ്ഥ മുഴുവൻ മാറ്റിവെച്ച് ഹല്ലേലൂയ ആ ദൈവം നമ്മളോട് ഇടപെടുവാൻ അനുവദിച്ച് ആ ആത്മാവിൻ്റെ ഒരു നല്ലൊരു പ്ലാന്റായി നല്ലൊരു ചെടിയായി ആ വളർന്ന് അതിന് ഒരു ബലം കായ്ക്കുന്ന അവസ്ഥയിലോട്ട് വന്ന് ദൈവം പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ക്ഷമയോടെ പഠിച്ച് ആ ഒരു റൈറ്റ് മൊമെന്റിൽ വരുമ്പോൾ ഹല്ലേലൂയ നമ്മൾ ഹല്ലേലൂയ ദാവീദിനെ പോലെ ഹല്ലേലൂയ യോസഫിനെ പോലെ ഹല്ലേലൂയ മോശയെ പോലെ അബ്രഹാമിനെ പോലെയൊക്കെ ഹല്ലേലൂയ ഒരു വലിയ ഹല്ലേലൂയ ഒരു വ്യത്യാസം ജാതികൾ കണ്ട് അത്ഭുതപ്പെടുന്നത് പോലത്തെ ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. ഹല്ലേലൂയ. നമ്മൾ ഓരോരുത്തരും ഹല്ലേലൂയ പ്രകാശിക്കുവാനുള്ളവരാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് എഴുന്നേറ്റ് പ്രകാശിക്കുക എന്ന് ഹല്ലേലൂയ ഓർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കിൽ നിന്നിരിക്കുന്നു. ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകണം.